അപ്പോ എന്താ ഇത്, കോളേജിന്റെ അനുഭവത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ മൊത്തത്തിൽ ഒരു കോമഡി ഇമേജാണ് കിട്ടുന്നത്. ആദ്യം പറയുകയാണെങ്കിൽ സുബിനെയും റിൽസിനെയും കുറിച്ചുള്ള കോമഡി പറയാം. അതായത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഷെഫിനും റിൽസും കൂടെ പോവാൻ HIVയിലേക്ക്. അപ്പോൾ ആരോ പറഞ്ഞു, ഷെഫിൻ പറഞ്ഞു വേറെന്തോ കട്ടിയുള്ള പേപ്പർ എടുക്കണമെന്ന്. അപ്പോൾ റിൽസ് അടുത്ത്, അതേ ചേട്ടാ ബ്ലോണ്ട് പേപ്പർ. സുബിൻ ATMൽ കാശ് എടുക്കാൻ പോകുന്നു. കാശ് എടുക്കുമ്പോൾ ഒരു 100 രൂപയിൽ ചെറിയ കയറി വന്നിട്ടുണ്ട്. അത് അച്ഛന് ഇടാൻ കണ്ട നേരം. പിന്നെ ലേറ്റസ്റ്റ് പ്ലേസ്മെന്റിന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ TCSന് ഒരു എക്സാമ്പിൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ITA ഹൈപ്പ്. അപ്പോൾ റിൽസ് അത് വായിച്ചിട്ട് ഇങ്ങനെ പരക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഈസിറ്റെ ഹൈപ്പ്, ഈസിറ്റെ ഹൈപ്പ്. ഇതെന്താ അങ്ങനത്തെ കുറെ ആൾക്കാരുടെ കുറെ അനുഭവമുണ്ട്. ചിലവൊന്നും പറയാൻ പറ്റില്ല. പിന്നെന്താ പറയാ, എനിക്ക് ഓർമ്മയില്ല. ഒരു ബുക്ക് എഴുതുന്നുണ്ട്, അതേതായാലും പബ്ലിഷ് ചെയ്യും ഈ അടുത്തന്നെ സുബിന്റെ പേരിൽ. പിന്നെന്താ, ഒരുപാട് കൊല്ലം ആർക്കും കോളേജിൽ എന്തുവരെ ആവാന്നുള്ളത് തെളിയിച്ച ഫായിസ് ഇതുവരെ എന്താ ഒന്ന് ഷർട്ട് പോലെ അലക്കാണ് നടക്കുന്നവൻ YI ചെയർമാനായി. അങ്ങനെ കുറെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടന്നു. മോളി ഹൗസ് ക്യാപ്റ്റനായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കാം. കോളേജ് വന്ന് എന്തും സാധിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോരുത്തരുടെ മുഖം നോക്കുമ്പോൾ ഓരോ കാര്യം ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ഇനി ആരെ കുറിച്ച് പറയണ്ട്? ഏതാ ഇപ്പൊ മാർട്ടിനൊക്കെ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാ, ഇങ്ങനെ സാധാ പോലെ. ഈ ഗ്രൗണ്ടിൽ ബാറ്റ് ഇറങ്ങുമ്പോൾ മാർട്ടിന്റെ ഒരു വ്യത്യാസം വരെ നടത്തുക. അതാണ് മാർട്ടിന്റെ ഒരു ടിപ്പിക്കൽ സ്റ്റൈല്. പക്ഷെ പണ്ട് കാര്യമില്ല, ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ജീവനാ, ഡെഡിക്കേറ്റഡാ. പിന്നെ സ്വയംഭൂ ഒരു കാര്യം തീരുമാനിച്ച് വെറുതെ അതിനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക. ഒരു കാര്യം നിരൂപിച്ചാൽ നടത്തിയിട്ടേ പോകുള്ളൂ, അങ്ങനത്തെ ഒരു കാര്യം. പിന്നെന്താ, കുറെ ടീംസ്, വിജാസ്, കൗശിക്, ഉള്ളില് മൊത്തം പുറത്തൊക്കെ ടീംസ്. പിന്നെ ജിനു വൻ സംഭവം, ചലച്ചോണ്ടിരിക്കും. ഹോസ്റ്റലൊക്കെ പോയാൽ കാണാൻ പറ്റും. പിന്നെ ജോഷി ഫിലോസഫി, ഏതോ ലോകത്താ, ഇവിടെ ഒന്നല്ല ജീവിക്കുന്നത്. മൈക്ക് കൊടുത്താൽ മനസ്സിലാവും, വേറെ എന്തെങ്കിലുമൊക്കെ വേൾഡിൽ വലിയ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ആരെ കുറിച്ച് പറയാ, അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. എല്ലാവർക്കും ചാൻസ് കൊടുക്കണം, സമയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. താങ്ക് യു.